ആ ഒരു ധൈര്യം വരുന്നത്. കാരണം നമ്മളെ സൊസൈറ്റി അവരെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് വീട്ടിൽ നിന്ന് ഒരാൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു ധൈര്യം വരും, പിന്നെ മുന്നോട്ടേക്ക് വരാനുള്ള ഒരു ഇത് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നന്ദി പറയാം, അല്ലെങ്കിൽ പിന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാരാണ്. നിങ്ങളാണ് ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പിലേക്ക് എത്തിച്ചത്. അത് ഞാൻ പറയുമ്പോൾ ഈ വന്ന കൈയെടുക്കില്ലേ, അത് അവരുടെ മനസ്സിൽ നിന്ന് ഒന്നാണ്. നമ്മുടെ ഓരോ അറിവുകളും നമുക്ക് ചിലപ്പോൾ നിസ്സാരമായിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അത് വലിയ കാര്യങ്ങൾ തന്നെയായിരിക്കും. അതിന് നമ്മളൊരു മെഴുകുതിരി മറ്റൊരു മെഴുകുതിരി കത്തിക്കുന്നത് പോലെ അതിലൊരു മെഴുകുതിരിക്ക് ഒരു സംഭവം ഒന്നും സംഭവിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ഓരോ അറിവുകളും നമ്മൾ പരസ്പരം പങ്കുവയ്ക്കാം. അല്ല, എനിക്ക് ഇങ്ങനെ ഫേസ് ചെയ്തിട്ടൊന്നും ശീലമില്ല കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇൻവൈറ്റ് ചെയ്തതിന് താങ്ക് യു. പിന്നെ എല്ലാ ക്രിയേറ്റേഴ്സിനും ഓൾ ദി വെരി ബെസ്റ്റ്. ഇപ്പൊ കാസർഗോഡ് ഉള്ളതിനേക്കാളും കൂടുതൽ ഫാൻസ് ഉള്ളത് അങ്ങോട്ടേക്കാണ്. ഇവളുടെ സംസാരം കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചാനൽ കാണുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അവളെ ഞാൻ 2 വാക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. നമ്മളിൽ പലരും യൂട്യൂബ് ചാനൽ തുടങ്ങുവാനും ഒരു പബ്ലിക് കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങിച്ചെന്ന് അവരോട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ധൈര്യമായി പറയാനും വ്ലോഗിങ് ചെയ്യാനും ഒക്കെ എടുത്ത ആ ഒരു കഴിവിനെയും ആ ഒരു എന്താ പറയുക അവരുടെ ധൈര്യത്തെയും ഒന്ന് അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. അതിനൊരു എല്ലാവർക്കും വേണ്ടി എല്ലാവരും ഒന്ന് ഉഷാറായി കൈയടിച്ച്. പാടിപ്പിലാലെന്ന പൂങ്കുയിലെ പണ്ട് പാവനദീനിൻ തേനീശിലെ കടിളകും കൂട്ടത്തിലെ പുണ്യക്കലിമത്തുറപ്പിച്ച പൂങ്കരള്. പാടിപ്പിലാലെന്ന പൂങ്കുയിലെ പണ്ട് പാവനദീനിൻ തേനീശിലെ കടിളകും കൂട്ടത്തിലെ പുണ്യക്കലിമത്തുറപ്പിച്ച പൂങ്കരള്. നേരിട്ടൊരഗ്നി പരീക്ഷണങ്ങൾ അൽബനീറുന്നു അക്കഥ ഓർത്തിടുമ്പോൾ നെറികെട്ട ഉമയത്തി യജമാനൻ ഏറ്റം നരകിപ്പിച്ചു മതം മാറി വരാൻ. കിടത്തിയും പൊള്ളുന്ന മരുമണ്ണിൽ ഏറ്റി കനമുള്ള കരിങ്കല്ല് തിരുനെഞ്ചിൽ ഒരു ലേശം ചലിച്ചില്ല ഈമാനിൽ വീണ്ടും ഉറപ്പിച്ച് മൊഴിഞ്ഞ അഹദിന്ന്. അടിമുടി കറുത്ത ബിലാലാണ് അവർ ആത്മാവിൽ വെള്ളാമ്പൽ പൂവാണ്. അബൂബക്കർ സിദ്ദീഖ് അവർ ചെല്ലുന്നു ഉടൻ അടിമത്തം മോചിപ്പിച്ചെടുക്കുന്നു. പാടിപ്പിലാൽ എന്ന പൂങ്കുയിലെ പണ്ട് പാവനദീനിൻ തേനീശിലെ കടിളകും കൂട്ടത്തിലെ പുണ്യക്കലിമത്തുറപ്പിച്ച പൂങ്കരള്. ഇത്രയും മനോഹരമായ ഈ യൂട്യൂബ് മീറ്റപ്പിന് നേതൃത്വം നൽകുന്ന ഇതിൻ്റെ സംഘാടകരെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായിട്ട് ഒരു ഹായ്, എന്ത് പേര്? ഷംസീറ. ഏത് ചാനലാണ്? ഞാൻ ഷിബ്ലാസ് കിച്ചൺ എന്ന് പറയുന്ന ചാനൽ. ഷംസീറയുടെ നാട്? എൻ്റെ നാട് കാസർഗോഡ് തന്നെ. കാസർഗോഡ്. ആ, അതെ. നല്ല മലയാളം സംസാരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. മറ്റേ തെക്കൻ സ്റ്റൈലിലാണ് സംസാരിക്കുന്നത്. നമുക്ക് കാസർഗോഡുകാർക്ക് ആ ഭാഷയും നമ്മുടെ ഭാഷയും രണ്ടും കൈകാര്യം ചെയ്യാൻ പറ്റുമല്ലോ. അവർക്കാണെങ്കിലല്ലേ നമ്മുടെ ഭാഷ കേൾക്കുമ്പോൾ എന്തോ ഒരു ഇതുപോലെ തോന്നുന്നു. പക്ഷെ നമുക്കതൊരു കഴിവല്ലേ. കാസർഗോഡ് എവിടെ? കാസർഗോഡ് പന്തിയോടായിരുന്നിട്ട് പോലും ഇത്ര നന്നായിട്ട് സംസാരിക്കുന്നത് എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. ഞാൻ ചൗക്കിയിലായിരുന്നിട്ട് പോലും എന്നെ കൊണ്ട് പറ്റുന്നില്ല, അതുകൊണ്ട് ചോദിച്ചെന്നുള്ളൂ. നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് പിന്നെ എപ്പോഴും ഡബ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും. ഈ പിന്നെ എന്താണ് ഈ ഷീ ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. ഒരു വർഷം മുമ്പേ സ്റ്റാർട്ട് ചെയ്തതാണ്, 2 വർഷം ആവാറായി. അപ്പോൾ അതിൽ കുറച്ച് മെമ്പേഴ്സ്, ഞങ്ങളുടെ ഇതിൻ്റെ അഡ്മിൻ എന്ന് പറയുന്നത് റംഷാദ് സാറാണ്. റംഷാദ് സാർ തുടങ്ങി വെച്ചിട്ടുള്ള ഗ്രൂപ്പാണ് ഷീ ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൽ 500ഓളം മെമ്പേഴ്സ് ആയിട്ട് 3 ഗ്രൂപ്പ് വരെ ഉണ്ട്. അപ്പോൾ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. ഇപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സാറാണെങ്കിലും പിന്നെ അതിലുള്ള ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള നല്ല മെമ്പേഴ്സ്, കുറേ മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഗ്രോ ചെയ്യാൻ അത് സഹായിക്കും. പിന്നെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. പിന്നെ അതിൽ നിന്ന് തന്നെ ചാനൽ വളർന്നു വന്നവർ ഒരുപാടുണ്ട്. ആ ഗ്രൂപ്പ് കാരണം കൊണ്ട് ചാനൽ വളർന്നു വന്നവർ ഒരുപാടുണ്ട്. പിന്നെ ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടി. അപ്പോൾ അതാണ് ഞങ്ങളിപ്പോൾ മീറ്റപ്പ് വെക്കാനുള്ള മെയിൻ കാരണം. ഞങ്ങൾ നല്ല ക്ലോസ് ആയി. ആദ്യമായിട്ടാണോ ഈ ഒത്തുകൂടൽ? അതെ, ഒത്തുകൂടൽ ഒരു കുറേ വർഷമായിട്ട് പരിചയമുള്ളവർ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളിങ്ങനെ നല്ല ക്ലോസ് ആണ്, പക്ഷെ കാണുന്നത് ആദ്യമായിട്ടാണ്. ഞാനിപ്പോ തന്നെ ഇവിടെ ഒരുപാട് കേരളത്തിന്റെ പല ഭാഗത്തുനിന്നുള്ള ആൾക്കാരെ പരിചയപ്പെട്ടു. അപ്പൊ കേരളത്തിന്റെ ഒട്ടുമിക്ക എല്ലാ ജില്ലകളിൽ നിന്നും ഉണ്ടല്ലോ.
പിന്നെ ഈ ആശയം എന്താണ് ഈ ഇന്നിപ്പോ ഇങ്ങനെ കൂടാനുണ്ടായ ഒരു സാഹചര്യം അത് എന്ത് മെയിനായിട്ട് നമ്മളെല്ലാരും കൂടി ഒത്തുകൂടുക എന്നുള്ളത് ഒന്ന് പരിചയപ്പെടുക. കാണാൻ ഒരുപാട് നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് എല്ലാവരും കൂടി ഒന്ന് കാണണം എന്നുള്ളത്. അപ്പൊ അത് സാധിച്ചു. അത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ശരിയാണ്. ഈ അടുത്ത കാലത്തൊക്കെ ഇത് ഏറ്റവും നല്ലൊരു പ്രോഗ്രാം ആയിട്ടാണ് ഞങ്ങൾക്ക് ഇത് തോന്നിയിട്ടുള്ളത്. വളരെ കളർഫുൾ ആയിട്ടുള്ള, അതേപോലെ തന്നെ കൊച്ചു കുട്ടികൾ വരെ, യൂട്യൂബേഴ്സ് ആയിട്ടുള്ള കൊച്ചു കുട്ടികൾ വരെ ആക്റ്റീവ് ആയിട്ടുണ്ട്. അതാണ് പല കുട്ടികളെയും നമ്മൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ നോക്കുമ്പോൾ തന്നെ മുമ്പെന്ന് പറഞ്ഞാൽ ലേഡീസ് വീട്ടിനുള്ളിൽ ഇങ്ങനെ ഒരു ചതഞ്ഞു കൂടിയിരിക്കുക അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഈ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം വഴി ഒരുപാട് പേർക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റി. പക്ഷെ അവരുടെ ചാനൽ വഴി അവർക്ക് ഏണിങ്സ് ഉണ്ടോ അതല്ല കുഴപ്പം. നാലാള് അവരുടെ കഴിവ് അറിയാൻ അവർ സഹായിച്ചു യൂട്യൂബ് എന്നുള്ള പ്ലാറ്റ്ഫോം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ഫ്രണ്ട്സിനെയും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് മാത്രമല്ലല്ലോ, നമ്മൾ ഒരുപാട് ആൾക്കാർ കുറേ നാട്ടിലുള്ള ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ നമ്മുടെ കൾച്ചർ, അവരുടെ കൾച്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയാ, നല്ലൊരു ഇത് തന്നെയാണ്. ഓക്കെ ഷംസീറ, പിന്നെ ഈ യൂട്യൂബ് അല്ലാതെ വേറെ എന്ത് ജോബ്? ഞാൻ ബേക്കിംഗ് ചെയ്യുന്നുണ്ട്, വീട്ടിൽ തന്നെ ബേക്കിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേക്ക് ഓർഡർ എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ട്രെല്ല് എന്നുള്ള ഒരു ആപ്പ് ഉണ്ട്, അപ്പോൾ അതിലും ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിലും ട്രെല്ലിലും വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ ബേക്കിംഗ് ചെയ്യുന്നുണ്ട്, വീട്ടിൽ നിന്ന് കേക്ക് സെയിൽ ചെയ്യുന്നുണ്ട്. എനിവേ ഓൾ ദി ബെസ്റ്റ് ഷംസീറ. ഒരുപാട് ചാനൽ ഒരുപാട് ഉയരത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഉടനെ കഴുത്തിൻ്റെ തറുക്കു പാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പാ. ഉടനെ കഴുത്തിൻ്റെ തറുക്കു ബാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പാ. ആറ്റേ കനിമോനെ ഇതാ നിന്നെ പോൽ, ഏറ്റം സുഖമെൻ്റെ മനസ്സിനെ പോൽ. ആറ്റേ കനിമോനെ ഇതാ നിന്നെ പോൽ, ഏറ്റം സുഖമെൻ്റെ മനസ്സിനെ പോൽ. നേരം കളയാതെ അറുക്കു പാപ്പാ, നേരെ പിടിവൾ വെച്ചറുക്ക് പാപ്പാ. നേരം കളയാതെ അറുക്കു പാപ്പാ, നേരെ പിടിവൾ വെച്ചറുക്ക് പാപ്പാ. ഹായ്, എന്നോടൊപ്പമുള്ളത് ഫേമസ് മോട്ടിവേഷൻ സ്പീക്കർ, ഫാമിലി എന്റർടൈനർ, ഫേമസ് യൂട്യൂബർ മിസ്സസ് ആൻഡ് മിസ്റ്റർ ജമീൽ. നമ്മുടെ പ്രിയപ്പെട്ട ജമീൽക്ക ആൻഡ് പാത്തു. ഓക്കെ, ഷീ ക്രിയേറ്റേഴ്സിൻ്റെ മീറ്റപ്പിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ജമീൽക്ക പാത്തും ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്ക് ജമീൽക്കാനോട് തന്നെ ചോദിക്കാം, എന്ത് പറയുന്നു ഈ മീറ്റപ്പിനെ കുറിച്ചിട്ട്? മീറ്റപ്പിൽ ആക്ച്വലി വരാൻ അവർ ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഇവിടെ വന്നപ്പോൾ ഒരുപാട് ക്രിയേറ്റേഴ്സിനെ കാണാനും നേരിട്ട് പരിചയപ്പെടാനും പറ്റി, അതിലും ഒരുപാട് സന്തോഷം. പിന്നെ നിങ്ങളുടെ ചാനൽ ഇങ്ങനെ ഒരാൾ നമ്മളെ മീഡിയയിൽ പാർട്ട്ണറായിട്ടുണ്ടെന്ന് അറിഞ്ഞതിലും ഒരുപാട് സന്തോഷമാണ്. മെഡോസ് മീഡിയ ഇതിൻ്റെ പാർട്ട്ണറായെന്ന് അറിഞ്ഞതിലും ഒരുപാട് സന്തോഷം. അതുപോലെ ഈ ഒരു സമയത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നത് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. യൂട്യൂബേഴ്സ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റിയത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സപ്പോർട്ട്. അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. ആസ് എ യൂട്യൂബർ നമ്മൾ യൂട്യൂബിൽ വരുന്ന സമയത്ത് വളരെ കുറച്ച് യൂട്യൂബേഴ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ക്രിയേറ്റേഴ്സ് എന്ന് പറയാൻ കുറച്ച് ആൾക്കാർ, ഒരു 30-40 ആൾക്കാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ 2016. പക്ഷേ ഇന്നിപ്പോൾ 2020 ആയപ്പോൾ ഒരുപാട് ആൾക്കാരായി, കുറേ ക്രിയേറ്റേഴ്സ് ഉണ്ട്. അതിലെല്ലാവരും അവരുടെ സ്വപ്നത്തിന് വേണ്ടി ഇങ്ങനെ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മൾ ഒരു കാലത്ത് ഒറ്റക്കായിരുന്നു, ഇപ്പോൾ കുറേ ക്രിയേറ്റേഴ്സ് നമ്മളെ കൂടെ നമ്മളെ കമ്മ്യൂണിറ്റിയിലുണ്ട്. അതൊരുപാട് സന്തോഷം. ഇനി പറയാനുള്ളത് നമ്മളെ ബീവിക്കാണ്. ഓക്കെ, ഞാൻ ചോദിക്കാം. ജമീൽക്ക നല്ലൊരു മോട്ടിവേറ്ററാണ്. ജമീൽക്കാൻ്റെ വീഡിയോ ഞാൻ കണ്ടു തുടങ്ങിയത് തന്നെ ആ ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്നുള്ള നിലക്കാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജമീൽക്ക ഒരുപാട് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്തെടുത്ത പാത്തുവിനെ തോന്നുന്നു അല്ലേ? അല്ല, എന്നെക്കാട്ടി മുമ്പിൽ തന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെല്ലാം എന്തെങ്കിലും ഒക്കെ ആയിട്ട്, അങ്ങനെ മോട്ടിവേഷൻ എന്നുള്ള രീതിയിലല്ല,
എന്തെങ്കിലും ഏറ്റവും ഒരു കൺഫ്യൂഷനോ എന്തെങ്കിലും ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ വേഗം വന്ന് എല്ലാവരും അഭിപ്രായം ചോദിക്കലുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു സൊല്യൂഷൻ, തട്ടിക്കൂട്ടിയൊരു സൊല്യൂഷൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും. അതിൽ ഏറ്റവും പറ്റുന്നതെന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് നല്ലൊരു സൊല്യൂഷൻ ആയിട്ട് തോന്നുന്നുള്ളതാണ്. നമ്മൾ പറയുന്ന രീതിക്കാണ് കാര്യം. പണ്ട് മുതലേ കോളേജിന് ആ സമയം മുതലേ ഫ്രണ്ട്സിനെല്ലാം ഹെൽപ്പ് ചെയ്യാനും ഓർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാനും മുന്നേ തന്നെ ഉണ്ടാവലുണ്ട്. അതുകൊണ്ട് എന്നെ ഇൻഡയറക്ട്ലി അവളിപ്പോ പറഞ്ഞത് എനിക്ക് വലിയ മോട്ടിവേഷൻ ഒന്നും തരാറില്ല എന്നാണ്. ഇല്ല, എനിക്കുണ്ട് കേട്ടോ. എനിക്ക് എന്നെ പഠിക്കുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അല്ല, സമീർ ഖാന്റെ ഈ ഹ്യൂമറോടുള്ള ഈ അവതരണ രീതിയാണോ പാത്തുവിനെ അട്രാക്ട് ചെയ്തത്? ഒരു കാലത്ത് പഠിക്കുന്ന സമയത്ത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാലത്ത്. അതെ അല്ല, അപ്പൊ സമീർ ഖാൻ പാത്തുവിനെ പ്രൊമോട്ട് ചെയ്ത പോലെ തന്നെ എന്നെ ഒരു യൂട്യൂബർ ആക്കിയിട്ട് സമീർ ഖാനെ പോലെ ഒരു ചെറിയൊരു യൂട്യൂബർ ആക്കി മാറ്റാൻ പറ്റും. നീ ഓൾറെഡി ഒരു യൂട്യൂബർ അല്ലേ? ഇതുപോലെ നല്ല നല്ല കണ്ടന്റ് ചെയ്ത ജനങ്ങൾ, അതായത് നമ്മൾ ഓഡിയൻസ് നിന്നെ നല്ല യൂട്യൂബർ ആക്കും. ഞാനല്ല ആക്കേണ്ടത്, നീ നല്ല കണ്ടന്റ് ചെയ്താൽ മതി, ബാക്കി സെറ്റ് ആയിക്കോളൂ. പിന്നെ ഒരു ചോദ്യം, നിങ്ങളുടെ പിന്നെ പ്രോഗ്രാം, അതായത് കളിയാണെങ്കിലും അതുപോലെ കാര്യമാണെങ്കിലും എല്ലാം ഓഡിയൻസ് വ്യൂവേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളും അത് അത്രത്തോളം എൻജോയ് ചെയ്തിട്ട് തന്നെ ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയത്. അല്ല, ശരിയല്ല? അതെ. ക്യാമറയ്ക്ക് പിന്നിലും അങ്ങനെ തന്നെയാണോ നിങ്ങളുടെ ലൈഫ്? നമുക്ക് നമ്മളെ ലൈഫ് അതുപോലെ എന്തായാലും നമുക്ക് ക്യാമറയിൽ കാണിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ കാര്യത്തിലൊരു ഏറെക്കുറെ എന്ന് പറയാം, ഒരു 80% സെയിം ആണ് നമ്മളെ ലൈഫിൽ. ഏകദേശം അങ്ങനെ തന്നെയാണ് നടക്കാറ്. എൻ്റെ ഭാഗത്തുനിന്ന് കുറേ ചളികൾ വരും, അവൾ സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഏറെക്കുറെ അങ്ങനെ തന്നെ അല്ലേ? കുറച്ച് ചളി കണ്ടാലും പാത്തു സഹിച്ചോളൂ അല്ലേ? അല്ല, അങ്ങനെ കണ്ട് ശീലമില്ല, ട്രെയിൻ ചെയ്തെടുത്താണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് സമയം തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനായിരുന്നു ആദ്യം തൊട്ടേ. ഇപ്പല്ല, ആദ്യം തൊട്ടേ നിങ്ങൾ അങ്ങനെ. അപ്പൊ നിങ്ങളെ കാണാൻ പറ്റിയാലും നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയാലും ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ചാനലിൽ വരാൻ പറ്റിയതിൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. ഷീ ക്രിയേറ്റീവ്സിൻ്റെ യൂട്യൂബ് ചാനൽ നടത്തുന്ന ഈ ഗെറ്റ് ടുഗദറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഒരുക്കിയിരിക്കുന്നത് ഡയമണ്ട് ഡൈൻ ആണ്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഫുഡ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ആദ്യമായി DD ഡയമണ്ട് സലാഡ്. ഇത് ബേസ് വരുന്നത് മയണൈസാണ്, ഫ്രഷ് ഫ്രൂട്ട്സ് വിത്ത് മയണൈസാണ് DD സലാഡ്. അതുപോലെ തന്നെ ചൈനീസ് സലാഡ്, ഇത് ഫ്രൈഡ് നൂഡിൽസ് വിത്ത് ടൊമാറ്റോ ബേസാണ്. പിന്നെ ഡ്രാഗൺ ചിക്കൻ ചൈനീസ് സ്റ്റാർട്ടറാണ്. പിന്നെ അത് റൊട്ടിയിൽ വരുമ്പോൾ ബട്ടർ നാൻ, കേരള പൊറോട്ട. ആൻഡ് ഗ്രേവിയിൽ വരുമ്പോൾ ഇത് നോർത്ത് ഇന്ത്യൻ ഗ്രേവി, നമ്മുടെ സ്പെഷ്യലാണ് ഡയമണ്ട് ചിക്കൻ മസാല. ഇത് ഗ്രിൽഡ് ചിക്കന് വിത്ത് ഗ്രേവിയാണ് വരിക. അതേപോലെ ചിക്കൻ ലാറ, നോർത്ത് ഇന്ത്യൻ ഗ്രേവിയാണ് ചിക്കൻ ലാറ. ഇത് നമ്മുടെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ആൻഡ് നൂഡിൽസ്, ഡയമണ്ട് സ്പെഷ്യൽ ഫ്രൈഡ് റൈസും നൂഡിൽസാണ്. നമ്മുടെ മന്തി നോർമൽ മന്തിയാണ്. അതേപോലെ നമ്മുടെ സ്പെഷ്യൽ യമൻ മന്തി, ഡയമണ്ട് സ്പെഷ്യലാണ് യമൻ മന്തി. മട്ടൻ റാണാണ്, തവയിലാണ് കുക്ക് ചെയ്തിരിക്കുന്നത്. അതേപോലെ മലായി അൽഫാം, ഇതൊരു സ്വീറ്റ് ഡിഷാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡയമണ്ട് സ്പെഷ്യൽ ഡിഷാണ്. അതുപോലെ നമ്മുടെ നോർമൽ അൽഫാം, ഇതും നമ്മുടെ സ്പെഷ്യൽ അൽഫാമാണ്. ഇത്രയാണ് നിങ്ങൾക്ക് വേണ്ടി ഷീ ക്രിയേറ്റേഴ്സിന് വേണ്ടി ഡയമണ്ട് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഫുഡ് എൻജോയ് ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.